വെൽക്കം ടു ട്രെയിനിജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ, ബേസിക്കായിട്ട് വേണ്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുള്ളതാണ്. നമുക്ക് ബേസിക്കായിട്ട് രണ്ട് സോഫ്റ്റ്വെയർസാണ് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമുള്ളത്. ഒന്ന് ജാവ, നമ്മൾ സെലേനിയം ജാവയാണ് ഇവിടെ ക്ലാസ് പഠിപ്പിക്കുന്നത്. സോ ജാവ ഇൻസ്റ്റാൾ ചെയ്യണം, ജാവൻ്റെ JDK കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ് എക്ലിപ്സ് എന്നുള്ള IDE ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ. അതായത് ഏത് പ്രോഗ്രാമിലോ VS കോഡോ IDEയോ VS കോഡിലും ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എക്ലിപ്സ് എന്നുള്ള ടൂളാണ്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെറ്റപ്പ് എൻവയോൺമെൻറ്റ് വേരിയബിളാണ്, അത് ഇൻസ്റ്റാളിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ trainigen.com ഡൗൺലോഡ് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജാവ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാവൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം വിൻഡോസ് ഏതാണോ, വിൻഡോസ് 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ്, ഇല്ല ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ലിനക്സിൻ്റെ, macOS ആണെങ്കിൽ macOS, അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇനി 64 ബിറ്റ് അങ്ങനെ ഏതാണ് എങ്ങനെയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിലെ സിസ്റ്റം ഇൻഫർമേഷൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ തന്നെ ദിസ് പീസ് ഉണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്താൽ മതി. ഇത് സിസ്റ്റം ഇൻഫർമേഷനാണ്. ഇതിൽ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 64 ബിറ്റ് എന്നുള്ളത് മുകളിൽ ടോപ്പിലുണ്ട്, കാണിച്ചു തരാം. ഈ 64 ബിറ്റാണ് ഇതിൽ പറഞ്ഞ് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 64 ബിറ്റ് OS ആണെങ്കിൽ 64 ബിറ്റിനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ മാക്സിമം വരുന്ന എല്ലാ ലാപ്ടോപ്പുകളും 64 ബിറ്റിൻ്റെ OSകൾ മാത്രമേ ഉള്ളൂ. ഓൾഡ് ലാപ്ടോപ്പുകൾ മാത്രമാണ് 32 ബിറ്റുകൾ വരാറുള്ളൂ. 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റിൻ്റെ ഡൗൺലോഡ് ചെയ്യാം. ഇനി ജാവ 24 അല്ല, വേറെ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ജാവ JDK 21 ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജാവ 20 ആണ്, ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറയാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് എക്ലിപ്സ് ആണ് വേണ്ടത്. നമ്മുടെ trainigen.com ഡൗൺലോഡ്സ് എന്ന സെക്ഷനിൽ തന്നെ ലിങ്കുകൾ, ഷോർട്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഷോർട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലില്ലേ, ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. അതിൽ ജാവ JDK നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കാരണം അത് ഇങ്ങനെ ചോദിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഞാനിപ്പോൾ എന്തായാലും കളഞ്ഞിട്ട് ഒന്നുകൂടി ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ കളയുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ വരുന്നതിൻ്റെ ഉള്ളിൽ ഇനി നിങ്ങൾക്ക് ഡിഫാൾട്ട് പാത്ത് നമ്മുടെ C ഡ്രൈവിൽ ആ പ്രോഗ്രാം ഫയൽസിൻ്റെ ഉള്ളിലായിരിക്കും. ആ പാത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേറെ പാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് എക്ലിപ്സും, ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് എക്ലിപ്സിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്, അത് കാണിച്ചു തരാം. എക്ലിപ്സ് ലോഡാകാൻ മാത്രം കുറച്ച് സമയം എടുക്കും. ഇൻസ്റ്റാൾ ആകാനും അതിന് കുറച്ച് ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് സ്പീഡും കുറച്ച് ഡാറ്റ അധികം വേണ്ടി വരും. മൊത്തം ഡൗൺലോഡ് ഒരു 500 MB ടോട്ടൽ ഡൗൺലോഡ് ആകുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ.
ഓക്കെ, ഇതിൽ എക്ലിപ്സിൻ്റെ നിറയെ വേർഷൻസ് കണ്ടിട്ടുണ്ടാവും. ഡെവലപ്പേഴ്സ്, ജാവ ഫോർ ഡെവലപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് എക്ലിപ്സ് ഫോർ കമ്മിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. എക്ലിപ്സ് ഫോർ എക്ലിപ്സ് കമ്മിറ്റേഴ്സ്. ഇതാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിലും അവൻ്റെ ഫ്രെയിം വർക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വെർഷനിലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത്, ഡിഫോൾട്ട് പാത്ത് അതിനായിരിക്കും. അത് നിങ്ങൾക്ക് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം ഞാനത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ചെയ്യേണ്ടത് സ്റ്റാർട്ടിൽ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് റൺ എടുത്തിട്ട് CMD എന്ന് അടിച്ചാലും മതി. സ്റ്റാർട്ടിൽ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് അടിക്കുക. അതിനുശേഷം ജാവ -വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ജാവയുടെ വേർഷൻ അവിടെ വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് എവിടെ നിന്ന് വേണമെങ്കിലും ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ആദ്യം മുതൽ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞത്. നിങ്ങൾ ദിസ് PCയുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ഞാൻ സ്റ്റാർട്ട് എന്നാണ് പ്രോപ്പർട്ടീസ് എടുക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡ് ഓക്കെ, ഇതിൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരുന്നതാണ്. ഇതിൽ ലാസ്റ്റ് കണ്ടോ എൻവയോൺമെൻറ്റ് വേരിയബിൾ, ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന സെക്ഷനിലാണ് നമ്മൾ ജാവയുടെ ഹോം പാത്ത് ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് സിസ്റ്റം വേരിയബിൾസിലാണ് ജാവയുടെ ബിൻ ഫോൾഡർ അടങ്ങുന്ന ഫയൽ ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ജാവ ഹോം ആഡ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കേണ്ടത് ജാവ ഹോം എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നെയിമാണ്. അത് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ജാവയുടെ ഇൻസ്റ്റലേഷൻ ചെയ്ത പാത്ത്. അപ്പോൾ ആ പാത്ത് നിങ്ങളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ബ്രൗസ് കൊടുത്തിട്ട് ആ ഇൻസ്റ്റലേഷൻ ചെയ്ത പാത്ത് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം ഫയൽസിനുള്ളിൽ ജാവ എന്നുള്ള ഫോൾഡറിൽ ജാവ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ കാണിക്കുന്നുണ്ടോ, ആ വേർഷൻ്റെ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബ്രൗസ് കൊടുത്തിട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽസിൽ ഓപ്പൺ ചെയ്തിട്ട് ആ പാത്ത് എവിടെയാണോ നോക്കിയിട്ട് ആ പാത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിസ് PC നോക്കാം. അതിൽ പ്രോഗ്രാം ഫയൽസ്, അതിൽ ജാവ, അതിൽ നമ്മൾ ജാവൻ്റെ വേർഷൻ, ഈ വേർഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലതിൻ്റെ പാത്ത് കാണിക്കുന്നുണ്ടോ, മുകളിലതിൻ്റെ പാത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്ത് അങ്ങനെ കോപ്പി ചെയ്യാം. അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ x86 അതിനുള്ളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാവ ഹോം അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സെക്ഷനിൽ സിസ്റ്റം വേരിയബിളിൽ ഇവിടെ പാത്ത് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ടാവും. അത് എഡിറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ വേണം ഇനി ആ പാത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിൽ ബിന്ന് എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ ഫോൾഡറിനുള്ളിൽ ബിന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും കൂടി ഉണ്ടാവും. ആ ഫോൾഡറിൻ്റെ പാത്ത് വേണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കമ്പൈലർ ആൻഡ് ജാവയുടെ java.exe ആ ഫയൽ ഉണ്ടാവുക. ഇപ്പോൾ java.exe ഉണ്ടാവും. ജാവൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് കാണിക്കുന്ന ജാവ ആപ്ലിക്കേഷൻ, അതെ ഈ ഫയലുള്ള. അപ്പോൾ ഈ ബിൻ ഫോൾഡർ പാത്ത് കോപ്പി ചെയ്യുക. ഈ ബിൻ ഫോൾഡറിൻ്റെ പാത്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ പേസ്റ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പാത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ആ പാത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എഗെയിൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം എഗെയിൻ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. അത് ജാവ -വേർഷൻ. അപ്പോൾ ആ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഷനും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് എങ്കിൽ കറക്റ്റാണ്. ഇൻസ്റ്റലേഷൻ എല്ലാം കറക്റ്റായിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് വേരിയബിളും സെറ്റപ്പ് കറക്റ്റായിട്ടുണ്ട്. നെക്സ്റ്റ് എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. എക്ലിപ്സ് ഓപ്പൺ ആകാൻ മാത്രം കുറച്ച് സമയം എടുക്കും.
അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റാമിൻ്റെയും പ്രൊസസ്സറിൻ്റെയൊക്കെ സ്പീഡ് അനുസരിച്ചിരിക്കും അത് ഓപ്പൺ ആകാനുള്ള ടൈം. ഓക്കെ, ഇത് ഡിഫാൾട്ട് പ്രൊജക്റ്റിൻ്റെ പാത്താണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്ത് കൊടുക്കാം. മൾട്ടിപ്പിൾ പ്രൊജക്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് എന്നാലും ആ പാത്ത് ഏതാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുമ്പോഴൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലോഞ്ച് കൊടുക്കാം. ഇത് ലോഞ്ചായി വരാനുള്ള കുറച്ച് സമയമുണ്ട്, അത് വെയിറ്റ് ചെയ്യാം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ലോഡാകുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരെയും കാണിക്കാം. ഇത് ബേസിക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജാവ ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് ഉണ്ടോ, ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന് നിങ്ങളുടെ പ്രൊജക്റ്റ് നെയിം, ഞാൻ ബേസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. നെക്സ്റ്റ് ആ മൊഡ്യൂൾ ഡോട്ട് ആ ഫയൽ അൺചെക്ക് ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ പലവിടെയും എറർ അടിക്കാറുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അഗൈൻ റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ഇത് ജാവൻ്റെ പാത്തും കാര്യങ്ങളും ഇത് ചോദിക്കുന്നതാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ മുകളിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിനിഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജാവ SRC ഉണ്ടോ, SRCക്കുള്ളിൽ വേണം നമ്മളെ എല്ലാ ഫയലും ജാവ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാനും. ബേസിക് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പാക്കേജ് ജസ്റ്റ് കോം ഡോട്ട് ഞാൻ ട്രെയിനിജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ നിങ്ങൾ ORG ടെസ്റ്റോ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയിം കൊടുക്കാം. ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് കോം ഡോട്ട് അല്ലെങ്കിൽ ഇൻ ഡോട്ട് ORG ഡോട്ട് അതുപോലെ ഒരു ഡൊമൈൻ ഡോട്ട് പറഞ്ഞ പോലെ അതുപോലെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതാണ് പാക്കേജസിൻ്റെ ഇത്. പാക്കേജിൻ്റെ ഫോർമാറ്റ് അതാണ്. നെക്സ്റ്റ് ക്ലാസ് പബ്ലിക് ഡോട്ടാണ് നെയിം കൊടുത്തതിന് ശേഷം നിങ്ങൾ പബ്ലിക്, അത് മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷൻ ഇവിടെ ചെക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷൻ നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുത്ത പാക്കേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ക്ലാസ് നെയിം, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഫയൽസ് ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് നമ്മളൊരു പ്രിൻ്റ് ഒരു സ്ട്രിങ് ഒന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഇപ്പോൾ ഇത് ആ കമാൻഡ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഇത് ഒന്നുമില്ലാതെ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രിൻ്റ് ആകില്ല. കാരണം മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒന്നുമില്ല. മെയിൻ ഫംഗ്ഷനുള്ള ഡീറ്റെയിൽസ് മാത്രമേ പ്രിൻ്റ് ആകുകയുള്ളൂ. അപ്പോൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രിൻ്റ് ആകുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം SY അടിച്ചതിന് ശേഷം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ മതി. അപ്പോൾ സജഷൻസ് വരും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. എന്താ വെച്ചാൽ പ്രിൻ്റ് അല്ല, ഒരു ലൈനിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് അല്ല, ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ആ ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം, സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം കൊടുക്കാനായിട്ട്. നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണോ അത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് ടെക്സ്റ്റ് എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത്, കൺസോളിൽ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. അതിനുശേഷം അഗൈൻ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ താഴത്ത് കൺസോളിൽ നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ് റൺ ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം.